ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് വ്യക്തികളുടെ വെയിറ്റ് ലോസിനെ കുറിച്ച് കേട്ടോ. രണ്ട് നല്ല പ്രശസ്തരായ ഒരുപാട് ആരാധകരുള്ള രണ്ട് വ്യക്തികളാണ്. ഒരാൾ മെയിൽ, ഒരാൾ ഫീമെയിലാണ്. രണ്ടുപേർക്കും ഒരു കോമൺ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ രണ്ടുപേരും ബിഗ് ബോസ് താരങ്ങളാണ്. ബിഗ് ബോസ് ഒരാൾ ഓൾറെഡി ഫേമസ് ആയിരുന്നു, ഒരാൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഫേമസ് ആയത്. വേറെ ആരുമല്ല, ഒരാളുടെ പേര് റോബിൻ രാധാകൃഷ്ണൻ, മറ്റേ ആളുടെ പേര് പേളിമാണിയാണ്. ഈ രണ്ട് പേര് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് പേരുടെയും അടുത്ത് ഞാൻ കണ്ട ചിത്രങ്ങളിൽ രണ്ടുപേരും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ റോബിൻ്റെ കാര്യമാണെങ്കിൽ റോബിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞു, പിന്നെ ഭയങ്കര ബൾക്കായിരുന്നു, മുഖമൊക്കെ ഭയങ്കര വീർത്ത് ഭയങ്കര തടിയലായിരുന്നു നമ്മൾ റോബിനെ കണ്ടിരുന്നത്. റോബിൻ്റെ ഈ അടുത്ത് വെയിറ്റ് ലോസ് ഒക്കെ ഒരു ഗോളാണെന്നുള്ള രീതിയിലൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ റോബിൻ ഇട്ടിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ അടുത്താണ് റോബിൻ ഇത്ര അധികം വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒരു പിക്ചറൊക്കെ കണ്ടത്. ഭയങ്കരമായിട്ടുള്ള മാറ്റമുണ്ട് കേട്ടോ. റോബിൻ ഭയങ്കര യങ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ പേളിമണി ആഫ്റ്റർ ഹെർ ഡെലിവറി ഭയങ്കരമായിട്ട് തടി വെച്ചിരുന്നു. ഇപ്പോൾ 2 ഡെലിവറി കഴിഞ്ഞ ശേഷം പേളിമണി ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായിരുന്നു പേളിമണിക്ക്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ശേഷം വർക്കൗട്ടൊക്കെ ചെയ്ത്, വർക്കൗട്ട് ചെയ്യുന്നത് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വർക്കൗട്ട് ഒക്കെ ചെയ്ത് പണ്ടത്തെ പേളിമണിയായിട്ട് തന്നെയാണ് ഇപ്പോൾ പേളിമണി തിരിച്ച് വന്നിരിക്കുന്നത്. അവരൊരു എനിക്ക് തോന്നുന്നത് അവർ ഒരു മൂവി അവാർഡിൻ്റെ ഹോസ്റ്റായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എടുത്ത ഒരു ഗ്രീൻ ഗൗണൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അടിപൊളിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തടി ഒന്ന് കുറയ്ക്കണം എന്ന്. പക്ഷേ തടി കുറയുന്നില്ല. പക്ഷേ ഇവരൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഇൻസ്പിറേഷനാണ്. പ്രത്യേകിച്ച് റോബിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. റോബിൻ എന്നൊരു ഇൻസ്പിറേഷനാണ്. ആളുടെ ക്യാരക്ടർ ആണെങ്കിലും ആളുടെ ഒരു ജെന്യൂനിറ്റി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആളാണ്. അതുപോലെ തന്നെ പേളിമാണിയുടെയൊക്കെ എനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് അവർ നമ്മളെന്ന് അവരെ ഈ TV ഷോയിലൊക്കെ കാണുന്നു അതേപോലെ തന്നെയാണ് അവർ ഇപ്പോഴും. അവർ ആ ഒരു ജെന്യൂനിറ്റി, അവർ ഇന്നസെൻസ്, അവരൊരു കോമഡി പറയുന്ന ഒരു രീതി, അങ്ങനെ ആരും ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഒന്നല്ല പേളിമണിക്ക്. അപ്പോൾ എനിക്ക് പേളിമണിയെ അന്നേ ഇഷ്ടമാണ്. അതിന് ശേഷമാണ് റോബിനൊക്കെ ബിഗ് ബോസിൽ വരുന്നത്. അപ്പോൾ പേളിമാണി ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ 1 വിന്നർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. പേളിമാണി വിന്നർ ആവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അതിനുശേഷം പിന്നെ തേർഡിൽ വന്നപ്പോൾ ഫോർത്തിൽ നമ്മുടെ സീസണിലാണ് ഡോക്ടർ റോബിൻ വിജയിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്. പക്ഷെ നമുക്കറിയാം റിയാസിൻ്റെ ഒരു കളിയും അങ്ങനെയൊക്കെ ആയിട്ട് അത് നഷ്ടപ്പെട്ടു പോയി, അത് വിന്നറാകാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ഇപ്പോഴും റോബിൻ തന്നെയാണ് വിന്നർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും എല്ലാവരും കരുതുന്നത്. നല്ലൊരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് റോബിൻ്റെ തന്നെയായിരിക്കും. റോബിൻ്റെ ഈ ഒരു വളർച്ച കണ്ടിട്ടായിരിക്കും ബിഗ് ബോസിനൊക്കെ ഇത്ര അധികം ഫാൻ ഫോളോയിങ്ങും ഇതിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും റോബിനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ റോബിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അദ്ദേഹം സൈലൻ്റായി ഇരുന്നു. വിമർശനങ്ങൾക്ക് എപ്പോഴും മറുപടി പറയാതെ അതിന് ആവശ്യമുള്ള സമയത്ത് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ അതൊരു മെച്യൂരിറ്റി ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ജീവിതത്തിൽ ഇനിയും ഉയർച്ചകൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അവർ സക്സസ്ഫുൾ ആവട്ടെ, ഒന്നും കൂടി സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.